യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദിഖിന് ഇടക്കാല ആശ്വാസം. 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് സുപ്രീംകോടതി തടഞ്ഞു. പരാതി നൽകാൻ കാലതാമസമുണ്ടായി എന്ന വാദം കണക്കിലെടുത്ത കോടതി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 8 വർഷമായി എന്തു ചെയ്യുകയായിരുന്നു എന്ന ചോദ്യവും ഉന്നയിച്ചു. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് സിദ്ദിഖിന് കോടതി നിർദ്ദേശം നൽകി. യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖിന് സുപ്രീംകോടതി മുൻകൂർ ജാമ്യം നൽകിയിരിക്കുകയാണ്. 2 ആഴ്ച കാലത്തേക്കാണ് മുൻകൂർ ജാമ്യം നൽകിയത്. അതേസമയം സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നൽകരുതെന്ന് തടസ്സ ഹർജി ഉന്നയിച്ചുകൊണ്ട് സർക്കാർ കോടതിയിൽ ഹാജരായിരുന്നെങ്കിലും 8 വർഷം മുൻപുള്ള കേസാണ്. 8 വർഷത്തിന് ശേഷം 8 വർഷം മുൻപ് സർക്കാർ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കാതിരുന്നത് എന്നൊരു കാര്യം വിമർശനാത്മകമായി സുപ്രീംകോടതി ആരാഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇടക്കാല സംരക്ഷണം നൽകുകയാണ് എന്ന ഉത്തരവിൽ തന്നെ സുപ്രീംകോടതി ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികളെപ്പറ്റി കേരള സർക്കാരിന്റെ അഭിഭാഷക ഐശ്വര്യ ഭാട്ടിയ വ്യക്തമാക്കാൻ സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ പെൺകുട്ടിയുടെ പ്രായവും അതുപോലെ സിദ്ദിഖിന്റെ പ്രായവും ചൂണ്ടിക്കാട്ടിയും അതുപോലെ പെൺകുട്ടിയുടെ അഭിഭാഷകയും ഇക്കാര്യം വ്യക്തമാക്കാൻ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടക്കാല സംരക്ഷണം തുടരുകയാണ്. അന്വേഷണവുമായി സിദ്ദിഖ് സഹകരിക്കണമെന്നാണ് അഭിഭാഷകനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ടാണ് 8 വർഷം നീണ്ട ഒരു കേസിൽ കേരള സംസ്ഥാന സർക്കാർ ഇതിൽ നടപടിയെടുക്കാതിരുന്നതെന്ന് അങ്ങേയറ്റം വിമർശനത്തോടു കൂടിയാണ് കോടതി നോക്കിക്കണ്ടത്. കഴിഞ്ഞ ഒരാഴ്ചയായി സുപ്രീം കോടതിയിൽ സിദ്ദിഖ് അതായത് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം തള്ളിയ സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള എല്ലാ സൌകര്യങ്ങളും അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്ന് SITയുടെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ പോലീസ് അത്തരത്തിൽ ഉള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ള വിമർശനങ്ങളൊക്കെ ശക്തമായിരുന്നു. പൊതുജന വിമർശനം അതിലെ പൊതുസമൂഹത്തിൽ ഇത്തരം അതായത് പാലാരിവട്ടത്തു നിന്നും മുൻകൂർ ജാമ്യം തള്ളിയ സാഹചര്യത്തിൽ പാലാരിവട്ടത്തു നിന്നും സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു. അതേ തുടർന്ന് സിദ്ദിഖ് എവിടെയാണെന്ന് അറിയുന്നില്ല. സിദ്ദിഖിന് വേണ്ടി കേരളത്തിലാകമാനം തിരച്ചിലെന്നൊരു ആംബിയൻസ് ഉണ്ടാക്കുകയും അത് പോലീസിനെ അല്ലെങ്കിൽ പോലീസിന്റെ ഒരു ഉദ്ദേശത്തെ നന്നായി മോശമായി ബാധിക്കുകയും വിമർശനാത്മകമായി ബാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി നീണ്ടു. SIT ഇതിന്റെ എല്ലാ തരത്തിലുള്ള വിമർശനങ്ങളും ഇതിനകം ഏറ്റുവാങ്ങി കഴിഞ്ഞ സാഹചര്യത്തിലാണ് സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. എന്തായാലും അറസ്റ്റ് ഉണ്ടാകരുത്, 2 ആഴ്ചത്തേക്ക് സിദ്ദിഖിന്റെ അറസ്റ്റ് ഉണ്ടാകരുത് എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ തീരുമാനം. 2 ആഴ്ചയ്ക്കുള്ളിൽ കക്ഷികൾക്ക് നോട്ടീസ് അയച്ച് അവർ നൽകുന്ന മറുപടി എന്താണെന്ന് കേൾക്കട്ടെ എന്നൊരു സാഹചര്യത്തിലേക്ക് കൂടിയാണ് സുപ്രീം കോടതി വന്നിരിക്കുന്നത്. എന്തായാലും 2 ആഴ്ച സിദ്ദിഖിന് ആശ്വാസം എന്ന് തന്നെ വേണം പറയാൻ. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിലൊക്കെ SITക്ക് സിദ്ദിഖിനെ സമീപിക്കുക, അതല്ലെങ്കിൽ സിദ്ദിഖ് SITയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കണം, അതല്ലെങ്കിൽ ഭാഗമാകണം. അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലൊക്കെ സിദ്ദിഖ് ഹാജരാകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇടക്കാല ഉത്തരവ് അതായത് ഇടക്കാല സംരക്ഷണം സിദ്ദിഖിന് നൽകാൻ തന്നെയാണ് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഉപാധികൾ ജാമ്യവുമായി ബന്ധപ്പെട്ട ഉപാധികൾ എന്തൊക്കെയാണെന്ന് വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്.